കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വിജയപ്രതീക്ഷയിൽ മൂന്ന് മുന്നണികളും അവകാശവാദങ്ങളുമായി സജീവമാണ്. ഇടതുപക്ഷം 12 സീറ്റ് മുതൽ 16 സീറ്റ് വരെ അവകാശപ്പെടുമ്പോൾ UDF 20 സീറ്റിലും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് വെച്ചുപുലർത്തുന്നത്. എന്നാൽ BJP 3 സീറ്റിലെങ്കിലും വിജയിക്കുമെന്നും ഇതാദ്യമായി 20% വോട്ട് കേരളത്തിൽ മറികടക്കുമെന്നുമാണ് അവകാശപ്പെടുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വടകര, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ, ചാലക്കുടി മണ്ഡലങ്ങളിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടന്നത്. ഓരോ സീറ്റിലും വ്യത്യസ്തമായ അവകാശവാദങ്ങളുമായി വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് UDF ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗിന്റെ കോട്ടയായി അറിയപ്പെടുന്ന പൊന്നാനിയിൽ നിന്നും ചില ഞെട്ടിക്കുന്ന അടിയൊഴുക്കുകളുടെ വാർത്ത പുറത്തുവരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ സജീവ ചർച്ചയായിരുന്നു മുസ്ലിം ലീഗും സമസ്തയുമായുള്ള അഭിപ്രായ വ്യത്യാസം. അതിനെ തുടർന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ലീഗ് പ്രവർത്തകർ കത്തിക്കുകയും അത് വിവാദമായി വളരുകയും ചെയ്തിരുന്നു. കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിലെ 75% സമസ്ത EK വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ വിഭാഗം തന്നെയായിരുന്നു എല്ലാ കാലത്തും ലീഗ് രാഷ്ട്രീയത്തിന്റെ അടിത്തറയും. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ കൗതുകമാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരിക്കുന്നവരുമായുള്ള സമസ്തയുടെ അഭിപ്രായ വ്യത്യാസമാണ് നിലവിലെ വൈരുദ്ധ്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഈ വിവാദം ബാധിക്കില്ല എന്നായിരുന്നു ലീഗ് നേതൃത്വം മാത്രമല്ല പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ സമസ്തയിലെ ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന് പ്രഹരമേൽപ്പിക്കുമെന്ന പരസ്യ ഭീഷണി തന്നെ മുഴക്കിയിരുന്നു. പൊന്നാനി കേന്ദ്രീകരിച്ച് ചരടുവലി സജീവവുമായിരുന്നു. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി നിർണയം പോലും സമസ്തയുടെ മനസ്സറിഞ്ഞായിരുന്നു എന്നും സൂചനയുണ്ട്. എന്നാൽ അപകടം മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് അവസാന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ നീക്കവും നടത്തിയിരുന്നു. ഹൈദരലി ശിഹാബ് തങ്ങളുടെ പുത്രൻ മുയീൻ അലിയെ അവസാന 2 ദിവസം പരിപൂർണമായി അബ്ദുൾ സമദ് സമദാനിയുടെ കൂടെ പ്രചരണ രംഗത്ത് ഇറക്കിയതുപോലും ഈ ഭീഷണിയെ മറികടക്കാനായിരുന്നു. ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ ഒരു കൂട്ടായ്മയാണ് ലീഗിനെതിരെ സമസ്തയിൽ നിന്ന് സജീവമായി രംഗത്തിറങ്ങിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും വിജയം ഉറപ്പിച്ച ലീഗ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതേ ടീം സമസ്ത പൊന്നാനി പോളിംഗിന് ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ മുസ്ലിം ലീഗിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. വോട്ടെടുപ്പിന് ശേഷം തങ്ങളുടെ പ്രവർത്തകരെ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് തയ്യാറാക്കിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സമസ്തയുടെ 71,953 വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് അനുകൂലമായി ചെയ്തതായും മുസ്ലിം ലീഗിന് ലഭിച്ചുകൊണ്ടിരുന്ന 69,368 സമസ്ത വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകാതെ മരവിപ്പിച്ചതായും അവകാശപ്പെടുന്നു. അതിനെ മറികടക്കാൻ മുസ്ലിം ലീഗ് BJPയുമായി രഹസ്യധാരണയിലെത്തി പൊന്നാനിയിൽ 40,000 വോട്ട് ലീഗിന് അനുകൂലമായി മറിച്ചതായും പകരം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തതായും സമസ്ത ആരോപിക്കുന്നുണ്ട്. ടീം സമസ്ത പൊന്നാനി ഇറക്കിയ സർക്കുലറിൽ പൊന്നാനി മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകളടക്കം ഇഴകീറി വിശദീകരിച്ചിട്ടുണ്ടെന്നതാണ് പ്രത്യേകത. ടീം സമസ്ത ഈ മാസം 3-ാം തീയതി ഇറക്കിയ നോട്ടീസിൽ വിശദീകരിച്ചിരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഏപ്രിൽ 26-ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടീം സമസ്ത കോർ കമ്മിറ്റി ചേർന്ന് അവലോകനം ചെയ്തു. വിശദാംശങ്ങൾ താഴെ ചേർക്കുന്നു. ടീം സമസ്തയുടെ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിനെ ഏറെ നിരാശപ്പെടുത്തുകയും ഇതിനെ പ്രതിരോധിക്കാൻ പൊന്നാനിയിലും തൃശൂരിലും BJPയും മുസ്ലിം ലീഗും ക്രോസ് വോട്ട് ചെയ്തു. പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് 40,000 BJP വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പകരം തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മുസ്ലിം ലീഗ് ക്രോസ് വോട്ട് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. പൊന്നാനിയിൽ 10,17,366 വോട്ട് പോൾ ചെയ്തപ്പോൾ 1,10,10,603 വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. ഇത്തവണ പോൾ ചെയ്തത് ആകെ 10,18,516 വോട്ടുകളാണ്. പുതിയ വോട്ടർമാർ ഉൾപ്പെടെ 1,25,000 വോട്ടുകളാണ് ഇത്തവണ BJPക്ക് ലഭിക്കേണ്ടത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ടുകളും UDF നേടിയിട്ടുണ്ട്. ടീം സമസ്ത വോട്ടുകൾ UDFന് ലഭിക്കാത്ത സാഹചര്യത്തിലും മുസ്ലിം ലീഗ് 1,00,000 ഭൂരിപക്ഷം പറയുന്നത് ഈ വോട്ടുകൾ പ്രതീക്ഷിച്ചാണ്. എന്നാൽ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യത്യസ്തമാണ്. ആകെ പോൾ ചെയ്ത വോട്ടുകൾ 10,18,516. ആകെ വോട്ടർമാർ 14,70,804. KS ഹംസയ്ക്ക് ടീം സമസ്തയിൽ നിന്നും ലഭിച്ച വോട്ടുകൾ 71,953. ടീം സമസ്തയിൽ നിന്നും പോൾ ചെയ്യപ്പെടാത്ത വോട്ടുകൾ 69,368. ബൂത്ത് കോർഡിനേറ്റർമാരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം പൊന്നാനിയിൽ ടീം സമസ്തയുടെ 71,953 ഉറച്ച വോട്ടുകൾ LDF സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലീഗിന് ലഭിക്കേണ്ട 69,368 വോട്ടുകൾ ഇല്ലാതാക്കാനും ടീം സമസ്തയ്ക്ക് കഴിഞ്ഞു.
നിഷേധ വോട്ടുകളുടെ വ്യാപ്തി ഇനിയും നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാതെ മാറി നിന്നവരിൽ 65% ഇക്കാലം അത്രയും UDFന്റെ വോട്ടർമാരായിരുന്നു. ഇന്ത്യൻ ഭരണഘടന അവകാശം തരുന്ന സ്വതന്ത്രമായ മതപ്രചാരണ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത് സംഘപരിവാർ ഫാസിസമാണെങ്കിലും മതനിഷേധ കമ്മ്യൂണിസമാണെങ്കിലും മുസ്ലിം ലീഗിന് ലിബറൽ വഹാബിസമാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ സമസ്ത പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധരാണ്. സമസ്ത പ്രവർത്തകരുടെ വോട്ട് ചോർന്നതിൽ പരിതപിക്കുന്നവർ യൂത്ത് ലീഗ് നേതൃത്വത്തിന്റെയും അബ്ദുറബ് അടക്കമുള്ള നേതാക്കളുടെയും നിസ്സഹകരണം വിലയിരുത്തണമെന്ന് ടീം സമസ്ത ആവശ്യപ്പെടുന്നു. യൂത്ത് ലീഗ് പ്രസിഡന്റ് മുനാവർ അലി ശിഹാബ് തങ്ങൾ വിദേശ ടൂറിലായതിന്റെ കാരണം അന്വേഷിക്കണം. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയെ ഇലക്ഷൻ പ്രവർത്തനത്തിനോ ഫേസ്ബുക്കിലോ പോലും കണ്ടിട്ടില്ല. സമസ്തയുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുന്നതും സമസ്ത വിരുദ്ധരുടെ പ്രചാരകരാകുന്നതും സമസ്തയിലെ ഒരു വിഭാഗത്തെ അടർത്തി സമസ്തയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ലീഗ് അവസാനിപ്പിക്കണം. പകരം വിവേകപൂർവ്വം സമകാലിക പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകണം. ലീഗ് ഇനിയും ധാർഷ്ട്യ നിലപാട് തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. പ്രാദേശിക തലത്തിൽ സമസ്ത വിരുദ്ധ പ്രചാരണവും സുപ്രഭാതം വിരുദ്ധ ക്യാമ്പയിനും നടത്തുന്നവർ ഗതി നിർണ്ണയിക്കുന്ന 30% പാർട്ടി വോട്ടുകളാണ് എന്നത് വിസ്മരിക്കരുതെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ലോക്സഭാ ഇലക്ഷനിലെ പ്രവർത്തന മികവ് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ടീം സമസ്ത പഞ്ചായത്ത് ഘടകങ്ങൾ രൂപീകരിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും മടിക്കില്ല എന്നാണ് ഈ മാസം 3-ാം തീയതി ഇറക്കിയ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.